അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് ഒരു 10-15 പൂക്കളങ്ങൾ കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം വരെ കാണുക, ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക. ഇന്ന് തിരുവോണ ദിവസം. മഴയൊക്കെ മാറി ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള 10-15 പൂക്കളങ്ങൾ തേടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. സോ കമോൺ, ലെറ്റസ് ഗോ. ഇത് മൂന്നാമത്തെ പൂക്കളാണ്. ദിനേശൻ പി കെ അല്ലേ? ദിനേശൻ പി കെ അയൽവാസിയാണ്. നമ്മുടെ തൊട്ട് ഒരേ പറമ്പിലുള്ള വീടാണിത്. അപ്പോൾ ഒരേ പ്ലോട്ടിലുള്ള. അപ്പോൾ എൻ്റെ ഓണാശംസകൾ എല്ലാ ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇത് രമേശൻ പി കെ, ഗൗരി എന്നിവരുടെ വീടാണ്. അപ്പോൾ അവിടുത്തെ ഗംഭീര ഒരു പൂക്കളാണിത്. നല്ല വലിപ്പമുണ്ട്. നമ്മുടെ കോനായി നിറയേണ്ട ഈ പൂക്കളം. അടിപൊളി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അടിപൊളി. ഹാപ്പി ഓണം. നമ്മൾ പൂക്കളം തേടിയിട്ടുള്ള പോക്കാണ് ഇത്. നമ്മുടെ സ്വന്തം രമേശൻ പി കെൻ്റെ അനിയൻ മധു പി കെ. അപ്പോൾ നമ്മൾ പൂക്കളം കാണാനുള്ള പുറപ്പാടാണ്. ഹാപ്പി ഓണം. 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 ഇപ്പോഴത്തെ ഓണമോ അല്ലല്ലോ. പണ്ടൊക്കെ നാടൻ പൂക്കളം പൂക്കളൊക്കെ പറിച്ചിട്ടൊക്കെ പൂക്കളം. അതെ അതെ. ഇപ്പോൾ ഉണ്ടോ അങ്ങനെ? ഇപ്പം എല്ലാം ഗുണ്ടൽപേട്ടും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്ന പൂക്കളല്ലേ അല്ലേ? ഇപ്പൊ വിദേശികൾ. അതുകൊണ്ട് വരയ്ക്കാൻ പോവില്ല. ഇപ്പോഴും നമ്മളെ പാരമ്പര്യം ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നില്ലേ, അതെ. അതാണ് ഇപ്പോഴത്തെ ഏർപ്പാട്. പണ്ട് ആചരിച്ചിരുന്നല്ലോ. പിന്നെ ഓണ ദിവസം മാത്രം പൂക്കളം വീടെല്ലാമുണ്ട്. അതെ 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 അതെ. ഓണായെന്ന് മാത്രം അല്ലേ? അത്തം മുതലിടുന്നല്ലേ, അത്തമ്പത്തോളം എന്നല്ലേ പറയുക. ശരി, അതേ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.